അതായത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമുക്ക് അറ്റൻഷൻ തരുന്നില്ല എന്ന് പറയുന്ന സമയം, അത് ഏറ്റവും സൂപ്പർ സമയമാണ്. നമുക്ക് അറ്റൻഷൻ, നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വീട്ടിലുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഏബിളായെന്നുള്ളതാണ്, അവർ സ്റ്റേബിളായെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ നമുക്ക് അറ്റൻഷൻ തരാത്തത്. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കുന്നു. അങ്ങനെ വേണം ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അവനവന് ശ്രദ്ധിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ നാച്ചുറലി ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള തനിമയിൽ സ്വസ്ഥമായിട്ട് വിഹരിക്കുന്നു. ജീവിതത്തിൻ്റെ സാധ്യതകൾ അവിടെ വളരെ വ്യക്തമായിട്ട് പ്രകടമായി. ഇൻഡിപെൻഡൻ്റ് ഒരു കുട്ടി അമ്മയുടെ അടുത്തോട്ട് ഓടി വരുന്നു, അപ്പോഴവിടെ അമ്മ ഉണ്ടാകണം. അപ്പം നമ്മളുടെ അടുത്തോട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അവരെ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ അടുത്തോട്ട് ഒരാൾ വിഷമിച്ച് വരുന്നു, അപ്പം നമ്മൾ വിഷമിച്ചല്ല ഇരിക്കേണ്ടത്. നമ്മൾ വിഷമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ അയാളുടെ വിഷമം വർദ്ധിക്കുമെന്നുള്ളതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ അടുത്ത് വരുന്ന ആൾ നമ്മളുമായിട്ട് താതാമ്യം പ്രാപിച്ച് അയാളുടെ സ്വസ്ഥതയിലോട്ട് അയാൾ മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയാളുടെ സ്വസ്ഥതയിൽ അയാൾ തിരിച്ച് പോയിക്കോളും. അതുകൊണ്ട് നമ്മളെ അന്വേഷിക്കുന്നു, എന്നെ ആരെ അന്വേഷിക്കുന്നത്, എന്നെ ആരെ അന്വേഷിക്കണം, എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അവനവനെ അന്വേഷിക്കാൻ സാധിക്കണം. അതാണ് ശരിക്കുമുള്ള ജീവിതം. എല്ലാവർക്കും അവരവനെ അന്വേഷിക്കാൻ സാധിക്കണം. എന്നെ ഇഷ്ടമാണ്, എന്നെ ഷാഫിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷാഫി എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഷാഫിക്ക് സഫറിങ് ആയിരിക്കും, മനസ്സിലായ? ഷാഫിയുടെ ജീവിതം ദുരന്തമായിരിക്കും, തലവേദനയായിരിക്കും, മനസ്സിലായ? അപ്പോൾ ഷാഫിനെ അന്വേഷിക്കുന്നു, മനസ്സിലായ? ജനീനെ അന്വേഷിക്കുന്നു. ഓരോരുത്തരും അവരവരെ അന്വേഷിക്കുന്ന ഭാഗത്തോട്ട് എത്തണം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ആ ഭാഗത്തൊരു ഒരുമയുണ്ട്, അവിടെയാണ് നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഒരു വ്യക്തി ആ വ്യക്തിയെ അന്വേഷിക്കുന്ന ഭാഗത്ത് ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, ചില സൗകര്യങ്ങളൊക്കെ വേണം. ആ സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലത്തെ സൗകര്യമാണ്. അവിടെ എൻ്റെ സുഖം മറ്റൊരാളുടെ സുഖത്തിന് തടസ്സം നിൽക്കുന്ന ഒരിക്കലും ആകത്തില്ല. അതാണ് ശരിക്കുള്ള കുടുംബജീവിതം.